Good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. അപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? കഴിച്ചു. സെക്കൻഡ് അവർ ആയിരിക്കും കേട്ടോ ട്രീ സർവീസ് കയറുക. അതിന് ഫസ്റ്റ് അവർ കയറി സെക്കൻഡ് അവറിൽ ട്രീ സർവീസ് കയറും കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞത് നമ്മൾ ആംബുലൻസ് സർവീസ് തുടങ്ങിയിരുന്നു. അപ്പൊ ഞാൻ വായിച്ചു നോക്കിയോ നിങ്ങള്? എന്തെങ്കിലും ഡൗട്ടൊക്കെ തോന്നിയോ നിങ്ങക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലാത്തൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ചാപ്റ്റർ നെയിം ആംബുലൻസ് സർവീസ് കേട്ടോ. ആംബുലൻസ് സർവീസ് ആണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയില്ലേ? ആംബുലൻസ് സർവീസസ് എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ എന്താണ് ആംബുലൻസ് നമ്മൾ പഠിച്ചു. ആംബുലൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ? അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് ആംബുലൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ പല ടൈപ്പ് ആംബുലൻസ് ഉണ്ട് അല്ലെ? റോഡ് ഗോയിങ് ആംബുലൻസ് ഉണ്ട്, വാട്ടർ ഗോയിങ് ആംബുലൻസ് ഉണ്ട്, അതുപോലെ തന്നെ എയർ ഗോയിങ് ആംബുലൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അതിന്റെ കുറെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ കണ്ടു ആംബുലൻസ് എന്ന് പറയുന്ന വാക്കിന്റെ ഒറിജിനേഷൻ എവിടെ നിന്നാണ്, എവിടെ നിന്നാണ് ആംബുലൻസ് എന്ന വാക്ക് ഒറിജിനേറ്റ് ചെയ്തത്. നമ്മൾ പറഞ്ഞു നടക്കാവുന്നത്, നീങ്ങാവുന്നത് എന്നൊക്കെ അർത്ഥം വരുന്ന ആംബുലയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ആംബുലൻസ് എന്ന വാക്കുണ്ടായത്. അത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ നമ്മൾ കണ്ടത് ഫങ്ഷണൽ ടൈപ്സ് ഓഫ് ആംബുലൻസസ് ആണ് അല്ലെ? അതായത് അവർ ചെയ്യുന്ന ഫംഗ്ഷനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ആംബുലൻസിന് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു അല്ലേ? ഓർമ്മയില്ലേ? എന്തൊക്കെ എമർജൻസി ആംബുലൻസ് ഉണ്ട്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ഉണ്ട്, പിന്നെ എന്താണ് ആംബുലൻസ് ബസ്, അതിന്റെ ചിത്രമൊക്കെ കണ്ടത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ ചാരിറ്റി ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്, റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, സൈക്യാട്രിക് ആംബുലൻസ്, അത് കണ്ടു. അത് നമ്മൾ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് പലതായിട്ട് ക്ലാസിഫൈ ചെയ്തത്. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ ആണ് അല്ലെ? അതായത് അതിൽ കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ പരിചരണത്തിന്റെ നിലവാരത്തിനനുസരിച്ച് ABCD എന്ന് പറയുന്ന ഒരു 4 ടൈപ്പ് ഓഫ് ആംബുലൻസും നമ്മൾ കണ്ടു അല്ലെ? അപ്പൊ A ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റെസ്പോണ്ടർ ആംബുലൻസ് ആണ് അല്ലെ? B ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അല്ലെങ്കിൽ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആണ്. C ടൈപ്പ് എന്ന് പറയുന്നത് C ബേസിക് അല്ലെ? 2 സിയിലാണ് അവസാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസും D എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ്, ഓക്കെ, D അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന ആംബുലൻസ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. അതാണ് എക്യുപ്മെന്റ്സ്. ആംബുലൻസിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ചില എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് ഈ A ടൈപ്പ്, B ടൈപ്പ്, C, D ടൈപ്പ് ഒക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അതിനകത്ത് ചില എക്യുപ്മെന്റ്സുകളൊക്കെ ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലെ? അപ്പൊ ബേസിക് ടൈപ്പിലാവുമ്പോൾ C ടൈപ്പ് അല്ലെ, അതിനകത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ BP മോണിറ്റർ ഉണ്ടായിരിക്കും അല്ലെ? അങ്ങനെയുള്ള സ്റ്റെതസ്കോപ്പ്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവുന്നത് നമുക്കറിയാം. അതുപോലെ നമ്മൾ D ടൈപ്പ് വന്നപ്പോൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഡിഫൈബ്രിലേറ്റേഴ്സ്, ECG മെഷീൻസ്, പൾസ് ഓക്സിമീറ്റർ, ഓക്സിജൻ സിലിണ്ടർ അല്ലെ? അതുപോലെ വെന്റിലേറ്റർ, പിന്നെ എന്താണ് ECG മെഷീൻ, പിന്നെ റീസസിറ്റേഷൻ കിറ്റ് അല്ലെ? സക്ഷൻ ട്യൂബും നെബുലൈസറും ഒക്കെയുള്ള ഒരു റീസസിറ്റേഷൻ കിറ്റ്. അതൊക്കെ എന്താണ്? എക്യുപ്മെന്റ്സ് തന്നെയാണ് ആംബുലൻസിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനെ കൂടാതെ വരുന്ന ചില ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്സുകളാണ് ഇനി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കാം. നോക്കാം. ബിസൈഡ്സ് ദ എക്യുപ്മെന്റ് straightly used for the treatment of patients, ambulances should be fitted with a range of extra equipments which are used in order to ease the patient care
ദിസ് ഇൻക്ലൂഡ് നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. അതായത് സാധാരണ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്സിന് ഉപയോഗിക്കുന്ന കുറെയൊക്കെ എക്യുപ്മെന്റ്സ് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. അത് കൂടാതെ കുറെ എക്സ്ട്രാ എക്യുപ്മെന്റ്സ് എന്തിനകത്തുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ആംബുലൻസിനകത്തുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫസ്റ്റ് വൺ എന്താണ്, 2-way റേഡിയോ. അതാണ് 2-way റേഡിയോ. എന്താണ് ആ എക്യുപ്മെന്റ്? അപ്പൊ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. 2-way റേഡിയോ എന്ന് പറഞ്ഞ എന്താണ്, ഒരു 2-way കമ്മ്യൂണിക്കേഷന് സാധിക്കുന്നത്. 2-way കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത് 2-way റേഡിയോ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ 2-way കമ്മ്യൂണിക്കേഷൻ ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും? യെസ്, ആംബുലൻസിന്റെ ക്രൂ മെമ്പേഴ്സും അതുപോലെ തന്നെ എന്താണ്, ഹോസ്പിറ്റലിലെ ജീവനക്കാരും തമ്മിലുള്ള അതാണ് അവിടെ 2-way കമ്മ്യൂണിക്കേഷൻ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ആംബുലൻസിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആംബുലൻസിനകത്തുണ്ടാകുന്ന ഒരു എക്യുപ്മെന്റ് ആണ് 2-way റേഡിയോ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു എക്യുപ്മെന്റ് ഘടിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആംബുലൻസിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ഹോസ്പിറ്റൽ ജീവനക്കാരെ നോട്ടിഫൈ ചെയ്യണം അല്ലെ. വളരെ ക്രിട്ടിക്കൽ ആയിട്ട് പേഷ്യന്റിന് കൊണ്ടുവരുന്നുണ്ട്, അത് എത്തുമ്പോഴേക്ക് എന്താവണം, അയാളെ ട്രീറ്റ് ചെയ്യാൻ ഭാഗത്തിൽ സജ്ജമായിരിക്കണം അവിടുത്തെ ജീവനക്കാർ അല്ലെ, ഹോസ്പിറ്റൽ ജീവനക്കാർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റലിന് ആ ഒരു കാര്യം നോട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തിരിച്ചു ആവാം. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ജീവനക്കാർ അവിടെ നിന്ന് കുറെ ഗൈഡൻസും കാര്യങ്ങളും കൊടുത്തു. കാര്യം ഈ ഒരു ട്രാൻസ്പോർട്ടേഷന് കുറച്ച് സമയം വേണ്ടി വരുമല്ലോ, രോഗിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കുറച്ച് സമയം വേണം. അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്നുമുള്ള ഗൈഡൻസ് അനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ പ്രകാരം ആംബുലൻസിലെ ക്രൂ മെമ്പേഴ്സിന് ഈ പേഷ്യന്റിന് പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, 2-way റേഡിയോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ എന്ത് 2-way റേഡിയോ എന്ന് പറയുന്നത്. അത്രയും അതിനകത്ത് പഠിക്കാനുള്ളൂ. ഇനി നമുക്കറിയാം ആംബുലൻസിലെ ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയാണ്? യെസ്, ഈ പറയുന്ന നമ്മുടെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ പാരാമെഡിക്സ് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ് ഈ പറയുന്ന എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടാവും. അവരായിരിക്കും ആംബുലൻസിൽ ഉണ്ടായിരിക്കുന്ന ജീവനക്കാർ. അവർക്ക് നല്ല രീതിയിൽ ഹോസ്പിറ്റലുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം കേട്ടോ. 2-way റേഡിയോ. This one is the most important piece of equipment in the present day emergency medical services, since it allows for the issuing of jobs to the ambulance and can permit the crew to pass the information back to control or to the hospital. ഇപ്പൊ നമ്മൾ പറഞ്ഞു തരണം, അവര് തമ്മിലാണ് ഹോസ്പിറ്റൽ ജീവനക്കാരും ആംബുലൻസിലെ ക്രൂ മെമ്പേഴ്സിനും ഇടയിൽ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വോയിസ് കമ്മ്യൂണിക്കേഷന് മാത്രമാണ് കേട്ടോ ഇതിലൂടെ സാധ്യമാകുന്നത്. നമുക്കൊരു ഇമേജോ ഫോട്ടോ അങ്ങനെയൊന്നും നമുക്ക് അയക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് എന്താണ്, വോയിസ് കമ്മ്യൂണിക്കേഷന് മാത്രമാണ് അത് സഹായിക്കുന്നത്, മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ 2-way റേഡിയോ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തായിരിക്കും ബെനിഫിറ്റ്സ്? ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. ഏറ്റവും ഈസി ആയിട്ട് ഹോസ്പിറ്റൽ ജീവനക്കാരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അത് മാത്രമല്ല, ഇപ്പൊ ഈ ആംബുലൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും അല്ലെ, ആംബുലൻസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടിയും യാതൊരുവിധ ഇൻട്രപ്ഷൻസ് ഇല്ലാതെ, യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ ഒരു എക്യുപ്മെന്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു മൊബൈലിൽ കൊണ്ട് ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറയുന്നത് കേൾക്കില്ല, വ്യക്തമായിട്ട് കേൾക്കില്ല, നമ്മുടെ വോയിസ് ബ്രേക്ക് ആവും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. ഈ 2-way റേഡിയോയ്ക്ക് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. ആംബുലൻസ് മൂവ് ചെയ്യുകയാണെങ്കിൽ കൂടിയും യാതൊരുവിധ ഇന്ററപ്ഷൻസ്, തടസ്സങ്ങളില്ലാതെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ എന്താണ് ഏറ്റവും വലിയ വേറൊരു ഗുണം എന്താന്ന് വെച്ചാല്, ഈ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് മാറ്റിവെച്ച് കമ്മ്യൂണിക്കേഷൻ പോകേണ്ട ആവശ്യമില്ല. പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് 2-way റേഡിയോയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നടക്കുന്നത് വോയിസ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. വോയിസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, എ പ്രയോറിറ്റി മെസ്സേജ്
to warn the hospital of the imminent arrival of a critical patient. അല്ലെ, ഒരു ക്രിട്ടിക്കൽ പേഷ്യന്റ് ഉടനെ എത്തുമെന്ന് ഹോസ്പിറ്റലിനെ വാൺ ചെയ്യാനായിട്ട് അല്ലെ നോട്ടിഫൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റേഡിയോ, ടു വേ റേഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എന്നെ കാണുന്നില്ല എന്നാ? സൗണ്ട് മാത്രമേ ഉള്ളൂ ആണോ? എന്നെ കാണാൻ പറ്റുന്നില്ല? സ്ക്രീൻ ഓൺ ആണല്ലോ, വീഡിയോ ഓൺ ആണല്ലോ, കാണുന്നുണ്ട്. പിന്നെ എന്ത് പറ്റി? അപ്പൊ നോക്കട്ടാ. അപ്പൊ ആ ഒരു എക്യുപ്മെന്റ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ടു വേ റേഡിയോ ഒക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ഇത് മൊബൈൽ ഡാറ്റ ടെർമിനൽ. എന്താണ് അഭിരാമി? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? എന്ത് പറ്റി? ഇല്ല, ഓക്കെ. അപ്പൊ കാണാനല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി, അടുത്തതാണ് ഇത് മൊബൈൽ ഡാറ്റ ടെർമിനൽ. രണ്ടാമത്തെ എക്യുപ്മെന്റ്. ആദ്യത്തെ എക്യുപ്മെന്റ് നമ്മൾ പഠിച്ചു കേട്ടോ, ടു വേ റേഡിയോ നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ. അതാണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ. അതിന് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്താ പറയാ, MDT എന്നാണ് കേട്ടോ പറയാം, മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഈ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാല് ഏതുപോലെ തന്നെയാണ്? ടു വേ റേഡിയോ പോലെ തന്നെയാണ് കേട്ടോ. ടു വേ റേഡിയോ അതേ ഫംഗ്ഷൻ തന്നെയാണ് ആരും ചെയ്യുന്നത്, മൊബൈൽ ഡാറ്റ ടെർമിനൽ ചെയ്യുന്നത്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ എന്താണ്, അഡ്വാൻസ്ഡ് ആണെന്ന് മാത്രം. മറ്റേ ടു വേ റേഡിയോനകത്ത് വോയിസ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ലേ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷെ മൊബൈൽ ഡാറ്റ ടെർമിനലിനകത്ത് നമുക്ക് ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കും. അതാണ് ഇതിനേക്കാളും കുറച്ചും കൂടി ഉള്ളൊരു അഡ്വാൻറ്റേജ്. മനസ്സിലായി? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമുക്കിപ്പോ വീഡിയോസോ ഫോട്ടോസോ ഇമേജസോ കണ്ടുകൊണ്ട് സംസാരിക്കാനോ അങ്ങനെയൊക്കെ സാധിക്കുന്നത്. നമ്മുടെ ഏതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് അതുപോലെയൊക്കെയുള്ള ഒരു ഉപകരണം തന്നെയാണ് കേട്ടോ മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ടു വേ റേഡിയോയ്ക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ വോക്കി ടോക്കീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ടു വേ റേഡിയോസിന് എക്സാമ്പിൾ ആണ് കേട്ടോ. വോക്കി ടോക്കീസ് അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ പോലെ തന്നെ നമുക്ക് അതിന് കണ്ടുകൊണ്ട് സംസാരിക്കാം അല്ലെ, ഫോട്ടോസ് ഇമേജസ് ഒക്കെ നമുക്ക് അയക്കാം. അങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. ഇവിടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇതെന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് ഡിവൈസ് ആണ് കേട്ടോ. കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് ഡിവൈസ് ആണ്. അത് വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കൺട്രോൾ റൂം ഉണ്ടായിരിക്കും. ആ ഒരു കൺട്രോൾ റൂമിനകത്തുള്ള ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ടാണ് ഇതിന് ഒരു വയർലെസ് കണക്ടിവിറ്റി ആണ് ഉണ്ടായിരിക്കുക. അതായത് ആംബുലൻസിലെ ഈ ഒരു എക്യുപ്മെന്റിന് ഒരു വയർലെസ് കണക്ടിവിറ്റി ആരുമായിട്ട് ഉണ്ടാവും? ഹോസ്പിറ്റലിലെ ആ ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ടു വേ റേഡിയോ ആയിക്കഴിഞ്ഞാലും മൊബൈൽ ഡാറ്റ ടെർമിനൽ ആയിക്കഴിഞ്ഞാൽ രണ്ടും എന്ത് തന്നെയാണ്? വയർലെസ് കണക്ടിവിറ്റി തന്നെയാണ് കേട്ടോ. വയറിന്റെ ആവശ്യമില്ല, വയർലെസ് കണക്ടിവിറ്റി തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമുക്കൊന്ന് വായിക്കാലോ. മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഓക്കെ, നോക്കാം. സം ആംബുലൻസസ് are equipped with the mobile data terminals or MDT. Now, MDT എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. എക്സ്പാൻഷൻ ഓഫ് MDT എന്താണ്? മൊബൈൽ ഡാറ്റ ടെർമിനൽ ആണ്. Which are linked without wire. അതായത് ഒരു വയർലെസ് കണക്ടിവിറ്റി ആണ് കേട്ടോ, വയറിന്റെ ആവശ്യം വരുന്നില്ല. Which are linked without wire to a central computer, usually at the control center of the hospital. മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ ഒരു എന്തായിരിക്കും ഈ പറയുന്ന സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു വയർലെസ് കണക്ടിവിറ്റി ആണ് കേട്ടോ. These terminals can function in place of the two-way radio. അപ്പൊ ടു വേ റേഡിയോയുടെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ആരും ചെയ്യുന്നത്? മൊബൈൽ ഡാറ്റ ടെർമിനൽ ചെയ്യുന്നത്. And can be used to pass the details of works to the crew and can log the time. അതായത് നേരത്തെ നമ്മൾ ടു വേ റേഡിയോയുടെ സെയിം ഫംഗ്ഷൻ ഈ പറയുന്ന ആംബുലൻസ് ക്രൂ മെമ്പേഴ്സിന് ഹോസ്പിറ്റൽ ജീവനക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വയർലെസ് കണക്ടിവിറ്റി ആണ് ഇത് മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ക്യാൻ ലോഗ് ദ ടൈം ദ ക്രൂ വാസ് മൊബൈൽ ടു എ പേഷ്യന്റ്. ലോഗ് ദ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്കോർഡ് ദ ടൈം. ടൈം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും കൃത്യമായിട്ട്. എന്തിന്റെ? ദ ക്രൂ വാസ് മൊബൈൽ ടു എ പേഷ്യന്റ്. അതായത് ക്രൂ വാസ് മൊബൈൽ ടു എ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തോട് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന ആംബുലൻസിലെ ക്രൂ മെമ്പേഴ്സ് ഈ പറയുന്ന പേഷ്യന്റിന്റെ അടുത്തേക്ക് എപ്പോഴാണ് എത്തുന്നത്? ഓക്കെ, എന്തെങ്കിലും ഇൻഫർമേഷൻ വരുമ്പോഴാണല്ലോ പേഷ്യന്റിന്റെ അടുത്തേക്ക് ആംബുലൻസ് എത്തുന്നത്. അപ്പൊ ഈ ക്രൂ മെമ്പേഴ്സ് അവരുടെ സജ്ജീകരണങ്ങളുമായിട്ട് ഈ പറയുന്ന പേഷ്യന്റിന്റെ അടുത്തെത്തിയിട്ടുള്ള സമയം അത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും.
അതാണ് അറൈവ്ഡ്, അവരവിടെ എത്തിച്ചേർന്ന സമയം. അതുപോലെ ലെഫ്റ്റ് ദ സീൻ, അവരവിടെ നിന്ന് തിരിച്ചു പുറപ്പെട്ട സമയം. അതുപോലെ ഓർ ഫുൾഫിൽ എനി അതർ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫംഗ്ഷൻ. അല്ലെ, ഇത്തരത്തിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് സാധ്യമാകുന്ന, അതിനെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഇതെന്ന് പറയുന്നത് മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഓക്കെ, അപ്പം ഒന്ന് ജസ്റ്റ് ടൂ വേ റേഡിയോ അതും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ വെച്ചാൽ വലിയ കമ്പാരിസൺ അതിൽ വരുന്നില്ല. ടൂ വേ റേഡിയോ പോലെ തന്നെയുള്ള ഒരു എക്യുപ്മെന്റ് ആണ് മൊബൈൽ ഡാറ്റ ടെർമിനൽ. രണ്ടിന്റെ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. രണ്ടും എന്തിനെ സഹായിക്കുന്നത്? ക്രൂ മെമ്പേഴ്സിന് ഹോസ്പിറ്റൽ ജീവനക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഉപകരണം തന്നെയാണ്. പിന്നെ ടൂ വേ റേഡിയോയ്ക്കകത്ത് എന്താണ്? ഒരു വോയിസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഒരു മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറയുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. നമുക്കൊരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് സാധ്യം. ഇതിനകത്ത് മൊബൈൽ ഡാറ്റ ടെർമിനൽ. ഓക്കെ, പിന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ടൂ വേ റേഡിയോയുടെ എക്സാമ്പിൾ ആണ് പറഞ്ഞ വോക്കിംഗ് ടോക്കീസ് ഒക്കെ. മൊബൈൽ ഡാറ്റ ടെർമിനൽസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഓർത്താൽ മതി. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്സ് ഒക്കെ അതിന് എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ ഇത് ടാബ്ലറ്റ്സിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? എവിഡൻസ് ഗ്യാതറിംഗ്, CCTV അല്ലെ. CCTV പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇന്നിപ്പോ എല്ലാ വീടുകളിലും വരെ എന്ത് വെക്കുന്നുണ്ട്? CCTV വെക്കുന്നുണ്ട്, വാഹനങ്ങളിൽ വെക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ CCTV വെക്കുന്നത്? അതെ, ഒരു എവിഡൻസ് ബേസ്ഡ് അല്ലെ, ഒരു എവിഡൻസ് ബേസ്ഡ് ഡിവൈസ് ആണെന്ന് നമുക്ക് പറയാം അല്ലെ. എന്തെങ്കിലും പ്രശ്നങ്ങളോ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് അല്ലെ CCTV. ഇന്നത്തെ കാലത്ത് CCTV വന്നതുകൊണ്ട് ഒരുപാട് അല്ലെ കാര്യങ്ങൾ നമുക്ക് ഉപകാരമുണ്ട് അല്ലെ. CCTV അത് ബസ്സിലുണ്ട്. നാളെ തന്നെ ബസ്സൊക്കെ ഇടിച്ചിട്ട് മരിക്കുന്ന കേസുകൾ ഉണ്ടല്ലോ. ചിലര് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം ഉണ്ടാവും, മറ്റു ചിലത് വരുന്ന വണ്ടിയുടെ അശ്രദ്ധ ഉണ്ടാവാം. അപ്പൊ ഈ ഒരു CCTV ഉള്ളത് കൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതല്ലാത്ത സമയത്ത് എന്താണ്? ഏതൊരു വലിയ വണ്ടി ഒരു ചെറിയ വണ്ടിയിൽ ഇടിച്ച വലിയ വണ്ടിക്കാർക്കാണ് കുറ്റം വരാം അല്ലെ. അവരുടെ ഭാഗത്ത് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു തെളിവ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനത്തെ CCTV ഒക്കെ വെക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അല്ലെ ബസ്സിലൊക്കെ CCTV. ഓക്കെ, അപ്പൊ നമുക്ക് അത് തന്നെ എത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. Some ambulances are now being equipped with the video cameras which are used to record activity either inside or outside the vehicle. അതായത് നമ്മുടെ ഈ വണ്ടിക്ക് അകത്തുള്ള കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ക്യാമറാസ് ആണ് ഇത് CCTV എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. They may also be titled with the sound recording facilities. അപ്പൊ അതിന് ഇത് പറയുന്ന സൗണ്ടും റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അതിനകത്തുണ്ട്. സൗണ്ടും നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നോക്കാം, ദിസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രൊട്ടക്റ്റീവ് മെഷർ ഫ്രം വയലൻസ് അഗെയിൻസ്റ്റ് ആംബുലൻസ് ക്രൂസ് അല്ലെ. ആംബുലൻസിന്റെ ജീവനക്കാർക്ക് എന്താണ് എതിരായിട്ട് എന്തെങ്കിലും അറ്റാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വയലൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർക്കൊരു എവിഡൻസിന് വേണ്ടിയിട്ട്, ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു CCTV ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അല്ലെ. Or in some cases, bracket കൊടുത്തിട്ടുണ്ട്, dependent on local laws, to manifest or refute the cases where a member of the crew stands accused of wrongdoings. എന്തെങ്കിലും കാരണവശാൽ ആംബുലൻസിലെ മെമ്പേഴ്സ് വല്ല കുറ്റാരോപിതനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണ വിധേയരാകുന്ന സമയത്ത് അവർക്ക് അവരുടെ ഭാഗങ്ങൾ കൃത്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ, കൃത്യമായിട്ട് വ്യക്തമാക്കാനും, അതുപോലെ ചില കാര്യങ്ങൾ തെറ്റായിട്ടുള്ള അത് ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതിന് എന്ത് ചെയ്യണം? റിഫ്യൂസ് ചെയ്യണം അല്ലെ, നിഷേധിക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടൊരു എവിഡൻസ് എന്ന നിലയിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് CCTV എന്ന് പറയുന്നത്. പിന്നെ CCTV പരിശോധിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റിഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നിഷേധിക്കുക, റിഫ്യൂസ് എന്ന് പറയുന്നത് റിഫ്യൂസ് നിരസിക്കുക, അതേപോലുള്ള ഒരു വാക്ക് തന്നെയാണ് കേട്ടോ. റിഫ്യൂട്ട് നിഷേധിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. മാനിഫെസ്റ്റ് എന്ന് വെച്ചാൽ വ്യക്തമാക്കുക, ഇവിടെ മീനിങ് വ്യക്തമാക്കുക കേട്ടോ. മാനിഫെസ്റ്റ് ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. യാതൊരു CCTV എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫോർത്ത് എക്യുപ്മെന്റ് ആണ് നമ്മൾ പഠിക്കാൻ. ഇതെല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാണ് കേട്ടോ. എന്തെങ്കിലും ക്ലിയർ ആയി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, നാലാമത്തെ പോയിന്റ് ആണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് കേട്ടോ. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്താണ് നിഷ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? മൊബൈൽ ഡാറ്റ ടെർമിനൽ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, നമ്മളുടെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് ഡിവൈസ് ആണ് കേട്ടോ. ആംബുലൻസിൽ ഘടിപ്പിക്കുന്ന ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഓഫ് ഡിവൈസ് ആണ്. ഏതുപോലെ തന്നെയാണ്
ടൂ വേ റേഡിയോ പോലെ തന്നെയാണ് കേട്ടോ. ആംബുലൻസിലെ ജീവനക്കാർക്ക് ഹോസ്പിറ്റൽ ജീവനക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ. ഇതിലൂടെ നമുക്ക് വിഷ്വൽ കമ്മ്യൂണിക്കേഷനും സാധിക്കും. ഫോട്ടോസും വീഡിയോസ് ഒക്കെ അതുവരെ നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ടൂ വേ റേഡിയോയിൽ എന്ത് മാത്രമേ ഉള്ളൂ? വോയിസ് കമ്മ്യൂണിക്കേഷൻ, ശബ്ദം മാത്രമല്ലേ പറ്റുള്ളൂ. പക്ഷെ മൊബൈൽ ഡാറ്റ ടെർമിനൽ ആവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കും. ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെയാണ്? ക്ലിയർ ആയില്ലേ? ഓക്കെ ആണല്ലോ. പിന്നെ CCTV നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞിരുന്നു. അടുത്തതാണ് 4ാമത്തെ പോയിന്റ്. ഇതാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് കേട്ടോ. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. ഇവിടെ ചിത്രം നോക്കി, ഇവിടെ കണ്ട ചിത്രം കണ്ട നിങ്ങള് കണ്ട ഈ സാധനമാണ് കേട്ടോ ടെയിൽ ലിഫ്റ്റ്. ചിത്രം നോക്ക് കേട്ടോ, സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ പറ്റില്ലേ? ഇതാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്ന സംവിധാനം. കുറെ സംവിധാനങ്ങൾ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒരു സ്റ്റെപ്സ് ആണ്. ഈ സംഭവം ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. ഇതാണ് കേട്ടോ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. എന്തിനായിരിക്കും അത്തരം എക്യുപ്മെന്റ് ഉപയോഗിക്കുന്നത്? എന്തിനായിരിക്കും? പ്രധാനമായിട്ട് നമ്മള് ബരിയാട്രിക് ആംബുലൻസ് പഠിച്ചില്ലേ? നമ്മള് അമിതവണ്ണമുള്ള രോഗികളെ നമുക്ക് അവരെ ലിഫ്റ്റ് ചെയ്തൊന്നും എടുത്തു പോകാനൊന്നും പറ്റാത്ത രോഗികൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള രോഗികൾ നിൽക്കുക. ഓക്കെ, നമുക്ക് ഈ ചിത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇതാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറഞ്ഞത്. കണ്ടോ ഇങ്ങനെയുള്ള സംഭവം കേട്ടോ, ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഒരു എക്യുപ്മെന്റിന്റെ ആവശ്യം? എന്താണ് ആംബുലൻസില്? പ്രധാനമായിട്ടും അമിതവണ്ണമുള്ള രോഗികളെയൊക്കെ എന്താ പറയാ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെ നമുക്ക് എടുത്തു പോകാനൊന്നും ചിലപ്പോൾ പറ്റില്ല. അമിതവണ്ണമുള്ള രോഗികളുടെ കാര്യം മാത്രമല്ല കേട്ടോ, ചില രോഗികൾ ഉണ്ടായിരിക്കും അവരെ നമുക്ക് ബെഡോട് കൂടി തന്നെ കൊണ്ടുപോകേണ്ട സാഹചര്യം. അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അതായത് ആ ഒരു ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അവരെ നമുക്കൊരു കാരണവശാലും അവരെ എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ നമുക്കൊരു വീൽ ചെയറിൽ എടുത്തുകൊണ്ട് പോകാനോ ഒന്നും സാധിക്കില്ല. അവരെ ആ ബെഡോട് കൂടി തന്നെ ചിലപ്പോൾ നമുക്ക് ആ ബെഡോട് കൂടി എന്ന് പറയുമ്പോൾ അവരുടെ ദേഹത്തൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ആ എക്യുപ്മെന്റ്സും എല്ലാം അടക്കം എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണിത് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്നത്. മനസ്സിലായി? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു സജ്ജീകരണങ്ങളോടുകൂടി അങ്ങനെ തന്നെ എന്ത് ചെയ്യും? അവരെ പൊക്കിയെടുത്ത് ആംബുലൻസിൽ കൊണ്ടുപോകും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണമാണ് കേട്ടോ. നമുക്കൊന്ന് വായിക്കാം. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്. Ambulances can be equipped with a tail lift or ramp in order to facilitate loading a patient without having to take up any lifting. Underline ചെയ്ത് വെക്കാം കേട്ടോ. ഇതിനാണ് ഉപയോഗിക്കുന്നത്. It can be equipped with a tail lift or ramp in order to facilitate the loading a patient without having to take up any lifting. അപ്പൊ പൊക്കി എടുത്ത് കൊണ്ടുപോകാൻ പറ്റാത്ത രോഗികളെയൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് കേട്ടോ. നോക്കിക്കോ, ദിസ് ഈസ് പർട്ടിക്കുലർലി ഇമ്പോർട്ടന്റ് വേർ ദ പേഷ്യന്റ് ഈസ് ഒബീസ്. ഒബീസ് എന്ന് വെച്ചാൽ ഒബിസിറ്റി എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഒബീസ് വണ്ണമുള്ള രോഗികളെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ വണ്ണമുള്ള രോഗികളെ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി കെയർ ട്രാൻസ്പോർട്ട്സ് ദാറ്റ് നീഡ് ലാർജ് ഹ്യൂജ് എക്യുപ്മെന്റ് such as a neonatal incubator or hospital beds. ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റൽ ബെഡോട് കൂടി തന്നെ കൊണ്ടുപോകേണ്ട ചില രോഗികളുണ്ടാവും. അതുപോലെ തന്നെ നിയോനാറ്റൽ ഇൻക്യുബേറ്റർ. നിയോനാറ്റൽ എന്ന് പറയുമ്പോൾ നവജാത ശിശുക്കളൊക്കെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുള്ള നവജാത ശിശുക്കളൊക്കെ ഇല്ല. അവരങ്ങനെ തന്നെ ആ ഒരു ഇൻക്യുബേറ്ററോട് കൂടി തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം വരാം. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, there may also be equipment connected with this such as winches, okay, which are formed to pull weighty patients into the vehicle. അപ്പൊ ഈ പറയുന്ന ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പിനോട് കൂടി എന്തുണ്ടായിരുന്നു? വിഞ്ചസ് ഉണ്ടായിരുന്നു. വിഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പടികളാണ് കേട്ടോ. കണ്ടോ, മറ്റേ ഒരു പടി പോലെ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സ്റ്റെപ്പ്. വിഞ്ചസ് എന്ന് പറഞ്ഞാൽ പടികളിലാണ് കേട്ടോ. പടികൾ ഉണ്ടായിരിക്കും. ഈ ഒരു ലിഫ്റ്റിനോട് കണക്ട് ചെയ്തിട്ട് ഒരു പടി ഉണ്ടായിരിക്കും. എന്തിനാണ് ആ പടി വെക്കുന്നത്? ഈ പറയുന്ന വെയിറ്റ് ഉള്ള പേഷ്യൻസിന് പുള്ള് ചെയ്ത് അല്ലെ, ഒന്ന് പുള്ള് ചെയ്തിട്ട് ആ വാഹനത്തിനകത്തേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് വെച്ചേക്കുന്നത്? അതിനകത്ത് വിഞ്ചസ് വെച്ചേക്കുന്നത് കേട്ടോ, പടികള് വെച്ചേക്കുന്നത്.
ക്ലിയർ ആണ് പറഞ്ഞത്? ഇത്രയേ ഉള്ളൂ ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എവിടെ ഉപയോഗിക്കുന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കൂടുതലും ബെറിയാട്രിക് ആംബുലൻസിലൊക്കെ ഇത് ആവശ്യമായിട്ട് വരും. ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ്, അമിതവണ്ണമുള്ള ആളുകള്, നിയോനാറ്റൽ ഇൻക്യുബേറ്റേഴ്സിലുള്ള കുഞ്ഞുങ്ങള്, അവരെയൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ്, അഞ്ചാമത്തെ എക്യുപ്മെന്റ് നമ്മൾ പഠിക്കുകയാണ് ട്രോമ ലൈറ്റിംഗ്. ഇതാണ് ട്രോമ ലൈറ്റിംഗ്. ഇതാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോമ ലൈറ്റിംഗ് ലൈറ്റിംഗ് സംവിധാനമാണ് അല്ലെ. അതായത് പ്രധാനമായിട്ടും ട്രോമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ലൈറ്റിംഗ് സംവിധാനമാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് ചില ലൈറ്റുകളോട് എക്സ്പോഷർ ആകുമ്പോൾ ചില ഡിസ്കംഫർട്ട് ഉണ്ടാവും. ഇപ്പൊ മൈഗ്രെയിനൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. ഭയങ്കര തീവ്രമായിട്ടുള്ള പ്രകാശം അടിക്കുമ്പോൾ അവർക്ക് തലവേദന വരാം. മൈഗ്രെയിൻ പേഷ്യൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ലൈറ്റിന്റെ എക്സ്പോഷർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചില പേഷ്യൻസിന് ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തിട്ട്, ചില ലൈറ്റുകളുടെ പ്രത്യേകതയാണ് ആ ലൈറ്റ് ഇതിന് ട്രിഗർ ആകുമ്പോൾ ട്രിഗർ ചെയ്തിട്ട് അവർക്ക് എപ്പിലെപ്സി പോലെ, എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരം, ഓക്കെ, അപസ്മാരം പോലെയുള്ള ചില ഇഷ്യൂസ് ഒക്കെ വരാം. അങ്ങനെയൊക്കെയുള്ള രോഗികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ട്രോമാറ്റിക് പേഷ്യൻസിനെയൊക്കെ അവരുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കൊന്ന് വായിക്കാം. Besides to the normal working light, ambulances can be fitted with special lights, often blue or red, which is used when the patient becomes photosensitive. അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്. ഫോട്ടോസെൻസിറ്റീവ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതായത് ഇപ്പൊ ഫോട്ടോസെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു വാഹനത്തിൽ ഘടിപ്പിക്കുന്ന ഒരു എന്താ പറയുക ലൈറ്റിംഗ് സിസ്റ്റം ആണ്, ഒരു എക്യുപ്മെന്റ് ആണ് ട്രോമ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോസെൻസിറ്റീവ് ആണ്. ചിലപ്പോൾ ഈ ലൈറ്റിനോട് എക്സ്പോഷർ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്ന ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നു മൈഗ്രെയിൻ പേഷ്യൻസ്, അതുപോലെ എപ്പിലെപ്സി ഉള്ള അപസ്മാരമുള്ള രോഗികൾക്കൊക്കെ ഈ ലൈറ്റിനോട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഫോട്ടോ സെൻസിറ്റീവ് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഘടിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പൊ സാധാരണയായിട്ട് നമ്മള് അതൊരു സാധാരണ വർക്കിംഗ് ലൈറ്റ് പോലെയല്ല, അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ലൈറ്റിംഗ് ആണ് കേട്ടോ ട്രോമ ലൈറ്റിംഗ്. അതിനകത്ത് ഒന്നില്ലെങ്കിൽ ഓഫൺ ബ്ലൂ കളർ ആയിരിക്കും, അല്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും അല്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. റെഡ് കളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, റെഡ് കളറിന്റെ പ്രത്യേകത എന്താണ്? ഹൈലി വിസിബിൾ ആയിട്ടുള്ള ഒരു കളറാണ് അല്ലെ റെഡ് കളർ. മാത്രമല്ല ഒരു എന്താ പറയാ അറ്റൻഷൻ ഗ്രാബിംഗ് കളറാണ് അല്ലെ. പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധ എന്താ പറയാ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു കളറാണ് റെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു കൂളിംഗ് ഇഫക്റ്റ് അല്ലെ, കണ്ണുകൾക്ക് ഒരു കൂളിംഗ് ഇഫക്റ്റ് ഒക്കെ തരുന്ന ഒരു കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. പൊതുവെ റെഡും ബ്ലൂവും ഒരു കോമ്പിനേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു എൻഹാൻസ്ഡ് വിസിബിലിറ്റിക്ക് സാധിക്കും. എൻഹാൻസ്ഡ് വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പൊ കാണാൻ പറ്റാന്ന് പറയുമ്പോൾ ആംബുലൻസിനടുത്താണെങ്കിലും ആംബുലൻസിലെ ജീവനക്കാർക്ക് ആ ഒരു പേഷ്യന്റിനെ വ്യക്തമായിട്ട് കാണാൻ, ആ പേഷ്യന്റിന്റെ സറൗണ്ടിങ്സ് ഒക്കെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈ പേഷ്യന്റിന്റെ ദേഹത്ത് എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ മറ്റെന്തെങ്കിലും ക്രിട്ടിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമായിട്ട് ഈ ഒരു ലൈറ്റിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതൊക്കെയാണ് പിന്നെ ഈ പറയുന്ന പോലെ അറ്റൻഷൻ ഗ്രാബിംഗ് ഇഫക്റ്റ് ഉണ്ടാകുമ്പോൾ ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് നമുക്ക് ആകർഷിക്കാനായിട്ടൊക്കെ സഹായിക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ വേറൊരു പ്രത്യേകത നമ്മുടെ കണ്ണിന്റെ കംഫർട്ടിന് നല്ലതാണ്. കണ്ണിന്റെ സ്ട്രെയിൻ കുറയ്ക്കും. ഓക്കെ, കണ്ണിന്റെ സ്ട്രെയിൻ നമുക്ക് കുറവായിരിക്കും. കുറേയും കൂടെ നമുക്ക് ആ ഒരു സ്ട്രെസ് കുറയ്ക്കാനൊക്കെ സാധിക്കുന്ന ഒരു കളറുകളാണ് കേട്ടോ ബ്ലൂ ആൻഡ് റെഡ്. നിങ്ങൾ വിചാരിക്കും റെഡിനൊക്കെ അങ്ങനെ സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ ബ്ലൂ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ അങ്ങനൊരു ഇഫക്റ്റ് ആണ് തരുന്നത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ ട്രോമ ലൈറ്റ്. ക്ലിയർ ആണല്ലോ. ഇനി വരുന്നതാണ് ഇത് എയർ കണ്ടീഷനിങ്, AC. നമ്മള് ഡയാലിസിസ് പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലെ, ഡയാലിസിസ് ഏരിയയിൽ എന്തുണ്ടായിരിക്കണം? AC ഉണ്ടായിരിക്കണം. എന്നതുപോലെ നമ്മുടെ ആംബുലൻസിലും എന്തുണ്ടായിരിക്കണം? AC ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ AC വെക്കുന്നത്. ഒന്ന് അവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് അല്ലെ, പേഷ്യന്റിന്റെ മറ്റു ക്രൂ മെമ്പേഴ്സിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. പേഷ്യന്റിന്റെ ശരീരത്തിന്റെ ഊഷ്മാവ്, അതുപോലെ അത് കിടക്കുന്ന ആ ഒരു സറൗണ്ടിങ്സിന്റെ ഹ്യൂമിഡിറ്റി, അതൊക്കെ എന്താ പറയാ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് AC ഉപയോഗിക്കുന്നത്. പിന്നെ മാത്രമല്ല AC എന്ന് പറയുമ്പോൾ അതിനകത്ത് എയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ ഫിൽട്ടറിങ് നടക്കുന്നത് കൊണ്ട് തന്നെ എയർബോൺ പാത്തോജൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ വായുവിലൂടെ വരുന്ന അണുക്കളുണ്ടല്ലോ, ബാക്ടീരിയ, വൈറസ്, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുവഴി നമുക്ക് ഇൻഫെക്ഷനൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ AC അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. Ambulances are actually equipped with a separate air conditioning system to the working area from that which serves the cab. Cab area യിൽ നിന്നും വർക്ക് ഏരിയ ഭാഗത്തേക്ക്, അതായത് ക്യാബ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംബുലൻസിന്റെ ക്യാബ് ഏരിയ ഈ ഡ്രൈവറും ഈ പറയുന്ന പാരാമെഡിക് സ്റ്റാഫുകളൊക്കെ ഇരിക്കുന്ന ഏരിയ ആണ് ക്യാബ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കമ്പാർട്ട്മെന്റ് എന്നാണ് പറയാ, അതായത് പേഷ്യന്റ് കിടക്കുന്ന ആ ഒരു കമ്പാർട്ട്മെന്റ്. ആ ഒരു ക്യാബ് ഏരിയയിൽ നിന്ന് വർക്കിംഗ് ഏരിയയിലേക്കുള്ള ആ ഒരു ഭാഗത്ത് രണ്ടു കൂട്ടർക്കും കിട്ടണം. അതേ രീതിയിലായിരിക്കും AC അതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക, ആംബുലൻസിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇനി this helps to keep a suitable temperature for any patients being treated, but may also have an extra feature. That extra feature such as filtering against the airborne pathogens. അല്ലെ, വായുവിലൂടെ വരുന്ന രോഗാണുക്കളെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാം, ഹ്യൂമിഡിറ്റി റെഗുലേറ്റ് ചെയ്യാം, മൊത്തത്തിൽ അവരുടെ ഒരു കംഫർട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ AC അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് 7ാമത്തെ എക്യുപ്മെന്റ് ആണ് ഡാറ്റ റെക്കോർഡ്സ് കേട്ടോ. അതാണ് ഡാറ്റ റെക്കോർഡ്. അപ്പൊ ഏരിയയിൽ തന്നെ നമുക്ക് കിട്ടും. ഡാറ്റ റെക്കോർഡ് ചെയ്യുന്നൊരു സംഭവമാണ് അല്ലെ, ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്, ദീസ് ആർ ഓഫൺ സെറ്റ് ഇൻ ആംബുലൻസസ് ടു റെക്കോർഡ് സച്ച് ഡീറ്റെയിൽസ് ആസ് സ്പീഡ്, ബ്രേക്കിംഗ് പവർ ആൻഡ് ടൈം, activation of active emergency warnings such as lights and sirens and seat belt usage. ഇതിനാണ് ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറഞ്ഞ എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു വാഹനത്തിന്റെ സ്പീഡ് അല്ലെ, സ്പീഡ്, അതുപോലെ തന്നെ ബ്രേക്കിംഗ് പവർ, ടൈം അല്ലെ, അതുപോലെ തന്നെ എന്താണ് എമർജൻസി വാണിങ്ങുകള്, ലൈറ്റുകള്, അതുപോലെ തന്നെ സൈറൻസുകള്, സീറ്റ് ബെൽറ്റിന്റെ ഉപയോഗം, അങ്ങനെയുള്ളതിന്റെയൊക്കെ വിശദാംശങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡാറ്റ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. കറക്റ്റ് ആ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദീസ് ആർ ഓഫൺ യൂസ്ഡ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ GPS യൂണിറ്റ്. GPS എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അതായത് സാധാരണയായിട്ട് നമ്മുടെ GPS യൂണിറ്റുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ ട്രാഫിക് സിനിമ കണ്ടിട്ടില്ലേ, ട്രാഫിക് സിനിമ, അതിന് ഹാർട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ, ഓരോ സ്ഥലത്ത് ഇത്ര ആ ടൈം കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ GPS ആയിട്ട് കണക്ട് ചെയ്തതിന്റെ പ്രത്യേകത, നമുക്ക് ആ ഒരു റിയൽ ടൈം ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. റിയൽ ടൈം ലൊക്കേഷൻ ഓരോ സെക്കൻഡിൽ മൂവ് ചെയ്യുന്ന ആ ടൈം നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അതിലൂടെ മാത്രമല്ല നമുക്ക് പേഷ്യന്റിന്റെ ആ ഒരു ഇംപ്രൂവ്മെന്റും പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും ഒക്കെ അതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. എക്സ്ട്രാ വരുന്ന എക്യുപ്മെന്റ്സുകളാണ് നമ്മളിപ്പോ പഠിച്ചത് കേട്ടോ. അപ്പൊ നിങ്ങള് മറ്റുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, അപ്പൊ നമുക്കറിയാം സാധാരണ ഡിഫൈബ്രേറ്ററി ECG മെഷീൻ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ വരുന്ന എക്സ്ട്രാ എക്യുപ്മെന്റ്സുകളാണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന് 2-way റേഡിയോ, രണ്ടാമത്തെ എന്താ പഠിച്ചത്, മൊബൈൽ ഡാറ്റ ടെർമിനൽ അഥവാ MDT, പിന്നെ CCTV,
ഓക്കെ, നെറ്റ് ഇഷ്യൂ വന്നിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് കട്ടായി പോയത്. ഓക്കെ, എല്ലാവർക്കും കാണാലോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മള് പറഞ്ഞത് ഏതായിരുന്നു, നമ്മൾ പറഞ്ഞു നിർത്തിയത്? യെസ്, എക്യുപ്മെന്റ്സ് എല്ലാം നമ്മൾ കണ്ടു അല്ലെ, 2-വേ റേഡിയോസ്, അപ്പൊ ഇതെല്ലാം ക്ലിയർ ആയി വെച്ചാൽ ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാതും? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം കേട്ടോ. ഇനി നമ്മള് ആംബുലൻസിലെ വാർണിംഗ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന്റെ അകത്ത് പാസീവ് ആയിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, അതുപോലെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, ഓഡിബിൾ വാർണിംഗ്സ് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? പാസീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, പിന്നെന്താണ്? ഓഡിബിൾ വാർണിംഗ്സ് ഉണ്ട്. ഓക്കെ, ഇനി ആ ഒരു വാർണിംഗ്സിലേക്കാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, ഈ ചിത്രം ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഈ ചിത്രത്തിനകത്ത് ഇത് ശരിക്കും ബ്ലൂ കളർ ആണല്ലോ, ഇത് ബ്ലൂ കളർ വന്നിട്ടില്ലല്ലോ. പാസീവ്, നിങ്ങളുടെ ബ്ലൂ കളർ, നിങ്ങളുടെ കളർ പ്രിന്റ് ആണോ അതിന്? അല്ലെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അല്ലെ? ഓക്കെ ഓക്കെ. പാസീവ് വിഷ്വൽ വാർണിംഗ്സ്, പാസീവ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ബ്ലൂ ആൻഡ് വൈറ്റ്. ഓക്കെ, ബ്ലൂ ആൻഡ് വൈറ്റ്. അതെ അതെ. നിങ്ങളുടെ കളേർഡ് ആണോ? കളേർഡ് ആയിട്ടാണോ കാണുന്നത്? അല്ല, ശരിക്കും ഇത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കളേർഡ് ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അതൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ ആയിട്ടാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കാം. ശരിക്കും ഇതിന് നിങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ശരിക്കും എന്റെ കളർ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കളർ അറിയാൻ പറ്റും. സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇനി പാസീവ് വിഷ്വൽ വാർണിംഗ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സിംബലുകള്, സൈനുകള്, ആ കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അത് തന്നെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ് ഉണ്ട്, സജീവമായിട്ടുള്ള വിഷ്വൽ വാർണിംഗ്സ്. അതെന്തായിരിക്കും? ലൈറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ആംബുലൻസിൽ ഘടിപ്പിക്കുന്ന ലൈറ്റുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓഡിബിൾ വാർണിംഗ്സ്, പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓഡിബിൾ ആണ്, നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ എന്തായിരിക്കും? സൈറൻസ് അല്ലെ. ഇതെല്ലാം എന്താണ്? മുന്നറിയിപ്പുകളാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അടുത്ത പേജുകളിൽ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ നമുക്ക് പാസീവ് വിഷ്വൽ വാർണിംഗ്സ് നോക്കാം. അതിനകത്ത് സിംബലുകളാണ്. ഈ ഓരോ സിംബലുകളും മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആദ്യത്തെ സിംബൽ നോക്കിയേ, സ്റ്റാർ ഓഫ് ലൈഫ് ആണ് കേട്ടോ. എന്താണ്? സ്റ്റാർ ഓഫ് ലൈഫ്. ഈ സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ എമർജൻസി മെഡിക്കൽ സർവീസിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിംബലാണ് കേട്ടോ. നമുക്കറിയാം എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് ആംബുലൻസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനകത്ത് പറഞ്ഞു അല്ലെ. അപ്പൊ അത്തരത്തില് എമർജൻസി മെഡിക്കൽ സർവീസുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിംബലാണ് സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇതിന്റെ കളർ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ബ്ലൂ ആൻഡ് വൈറ്റ് കളറാണ്. നമുക്കിത് കാണുമ്പോൾ അറിയാം അല്ലെ. എന്ന് വെച്ചാൽ ഒരു 6 പോയിന്റ് ബ്ലൂ സ്റ്റാർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബ്ലൂ അല്ല, പക്ഷെ ശരിക്കും ബ്ലൂ കളറാണ് കേട്ടോ. 6 പോയിന്റഡ് ആയിട്ട് കണ്ടോ, 1 2 3 4 5 6 അങ്ങനെ ഒരു 6 പോയിന്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ സ്റ്റാർ ആണ്. ഇത് ഔട്ട്ലൈൻഡ് ബൈ വൈറ്റ് ബോർഡർ. അതിന്റെ ബോർഡറിന്റെ കളർ വന്നിട്ട് വെള്ളയാണ് കേട്ടോ. വൈറ്റ് ബോർഡർ ഉള്ള ഒരു എന്താ പറയാ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ നടുക്ക് കണ്ടോ നിങ്ങള്? നടുക്ക് കണ്ടോ? നടുക്കൊരു ദണ്ടിന്റെ ഷേപ്പ് കാണാം. ഓക്കെ, ഒരു ദണ്ട് കാണാം. ഈ ദണ്ട് സൂചിപ്പിക്കുന്ന ഒരു ദണ്ടും ഉണ്ട്. ആ ദണ്ടിനോട് ചുറ്റിപ്പറ്റി ഒരു സ്നേക്ക് പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ദണ്ട് എന്ന് പറയുന്നത് നമ്മള് സാധാരണ സ്നേക്ക് ആൻഡ് സ്റ്റാഫ് ലോഗോ എന്നാണ് പറയാ കേട്ടോ. സ്നേക്ക് ആൻഡ് സ്റ്റാഫ് ലോഗോ എന്നാണ് പറയാ. ഇവിടെ സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ജീവനക്കാരൻ എന്നുള്ള അർത്ഥമല്ല. നമ്മള് കുത്തിപ്പിടിച്ച് ഊന്നുവടി എന്നൊക്കെ പറയില്ലേ, ഊന്നുവടി, ആ അർത്ഥമാണ് കേട്ടോ. സ്റ്റാഫിന് പല അർത്ഥമുണ്ട്, ജീവനക്കാര് എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ സ്റ്റാഫിന്റെ അർത്ഥം അതല്ല കേട്ടോ. ഊന്നുവടി, കുത്തി നടക്കുന്ന ഊന്നുവടി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ ആ ഒരു ഊന്നുവടിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സ്നേക്ക് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഗ്രീക്ക് എന്താ പറയാ ഗോഡ് ഓഫ് മെഡിസിൻ, അതായത് മെഡിസിന്റെ ദൈവം എന്നറിയപ്പെടുന്ന എന്താണ് ആസ്ക്ലിപ്പിയസ് എന്ന് പറയുന്ന ആ ഒരു അതിന്റെ എന്താ പറയാ സിംബലാണ് ഈ പറയുന്ന സ്നേക്ക് ആൻഡ് സ്റ്റാഫ് ലോഗോ. ഓക്കെ, ഇത് നടുക്കുള്ളത് കേട്ടോ. ആ സ്നേക്ക് ഇവിടെ ആ ഒരു റോഡ് ഉദ്ദേശിക്കുന്നുണ്ട്, ആ ഒരു സ്റ്റാഫ് മനസ്സിലായി, ആ ഒന്നുകൂടി ആ റോഡ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാല് മെഡിക്കൽ ആൻഡ് ഹീലിങ്ങിനെയാണ്, മെഡിസിൻ ആൻഡ് ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഹീലിംഗ്, മെഡിസിൻ കൊടുക്കുന്നു, രോഗം ശമിക്കുന്ന ആ ഒരു ഇതിനെയാണ് സിംബൽ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ദണ്ട്, ആ ഒരു ഇത്. പിന്നെ ഒരു സ്നേക്കിനെ കാണിച്ചിട്ടില്ലേ? സ്നേക്കിനെ അവിടെ കാണിക്കുന്നത് ശരിക്കും ഈ സ്നേക്ക് നമുക്കറിയാം പാമ്പ് ഇങ്ങനെ ഉറയൂരും അല്ലെ, കണ്ടിട്ടില്ലേ നിങ്ങൾ? പാമ്പ് ഇങ്ങനെ ഉറപൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ? ഈ വേനൽക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റും. പാമ്പ് ഇങ്ങനെ ഉറപൊഴിച്ച് അവിടെ ഇട്ടേക്കുന്നത് കാണാൻ പറ്റും.
അപ്പൊ അതിനെയാണ് പറയുന്നത് പാമ്പ് ഉറവൊഴിക്കുന്നത് എന്ന് പറയുന്ന ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു റീജനറേഷനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പാമ്പ് ഉറവൊഴിച്ച് വരുന്നത് ഒരു റീബർത്ത് പോലെയാണ്, ഒരു റീജനറേഷൻ പോലെയാണ്. അപ്പൊ അതിനെയാണ് സിംബോളിക് ആയിട്ട് അവിടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ അസുഖമൊക്കെ മാറിയിട്ട് നമ്മളൊരു പുതിയ ജീവനിലേക്ക് വരുന്നു, നമ്മുടെ ഒരു റീബർത്ത്, ഒരു റീജനറേഷൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ഒരു സിംബൽ അവിടെ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഗോഡ് ഓഫ് മെഡിസിൻ, മെഡിസിന്റെ ദൈവം എന്നറിയപ്പെടുന്ന ആസ്ക്ലിപ്പിയസിന്റെ ആ ഒരു സിംബലാണ് കേട്ടോ ഈ കൊടുത്തേക്കുന്നത്. ഇത്രയേ ഉള്ളൂ. സ്റ്റാർ ഓഫ് ലൈഫ്, സ്റ്റാർ ഓഫ് ലൈഫ് അതെന്താണെന്നൊന്നും നമ്മളോട് ചോദിക്കില്ല, സിംബലിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഈ സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 6 പോയിന്റഡ് ആയിട്ടുള്ള ബ്ലൂ സ്റ്റാർ ആണ്. ദാറ്റ് ഈസ് ഔട്ട്ലൈൻഡ് ബൈ വൈറ്റ് ബോർഡർ കേട്ടോ. വൈറ്റ് ബോർഡർ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന 6 പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് 1, 2, 3, 4, 5 ഈ 6 പോയിന്റുകളും റെപ്രസെന്റ് ചെയ്യുന്ന പല പല കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, ഈസി ഡിറ്റക്ഷൻ ആണ്. അതൊന്ന് പഠിച്ചു വെക്കേണ്ടത്, അത് അറിവിലേക്കായിട്ട് പറയണേ. പെട്ടെന്ന് തന്നെ രോഗം ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ് ഈ ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് പറയുന്നത് ഈസി റിപ്പോർട്ടിങ്, പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാം. മൂന്നാമത്തത് എന്താണ്, ഈസി വേറെ എന്താണല്ലോ എന്താണത്, ഈസി റെസ്പോണ്ട് കേട്ടോ, പെട്ടെന്ന് തന്നെ പ്രതികരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഈ പോയിന്റ് ഉദ്ദേശിക്കുന്നത് ഓൺസീൻ കെയർ ആണ് കേട്ടോ. ഓൺസീൻ കെയർ അതായത് ആ ഒരു പേഷ്യന്റിന് അപകടം സംഭവിക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്ന പരിചരണം, ഓൺസീൻ കെയർ ആണ്. ഇത് വന്നിട്ട് എന്താണ്, കെയർ ഓൺ ട്രാൻസിറ്റ്, അതായത് ഈ ഒരു രോഗിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് കൊടുക്കുന്ന കെയർ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റത്തെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാൻസ്ഫർ ടു ദ ഡെഫിനിറ്റ് കെയർ, അതായത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ആ ഒരു സംഭവം. അങ്ങനെയാണ് ഈ ഒരു 6 പോയിന്റും സൂചിപ്പിക്കുന്നത്. അതൊന്നും എന്തിനാണെന്ന് പഠിക്കേണ്ട കേട്ടോ, വെറുതെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് സ്റ്റാർ ഓഫ് ലൈഫിന്റെ സിംബൽ കേട്ടോ. അത് സാധാരണ ആംബുലൻസിലൊക്കെ, നമ്മുടെ നാട്ടിലെ ആംബുലൻസിലൊക്കെ കാണാൻ പറ്റും. ഇതും ഈ 2 സിംബലുകളും നമ്മുടെ ആംബുലൻസിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, എമർജൻസി സിറ്റുവേഷനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിംബലാണ് സ്റ്റാർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതൊരു 6 പോയിന്റ് ബ്ലൂ സ്റ്റാർ ആണ്, ഔട്ട്ലൈൻഡ് ബൈ വൈറ്റ് ബോർഡർ. നടുക്ക് കൊടുത്തിരിക്കുന്ന സ്നേക്ക് ആൻഡ് സ്റ്റാഫ് ലോഗോ, അത് നമ്മുടെ ഗ്രീക്ക് എന്താ പറയാ മെഡിസിന്റെ ആധുനികല്ല പുരാതന വൈദ്യശാസ്ത്രത്തിന്റെ ചിഹ്നമാണ് കേട്ടോ. അത് ഗോഡ് ഓഫ് മെഡിസിൻ ആയിട്ടുള്ള ആസ്ക്ലിപ്പിയസിന്റെ ആ ഒരു സിംബൽ ആണത്, സ്നേക്ക് ആൻഡ് സ്റ്റാഫ് ലോഗോ. അല്ല, സ്റ്റാഫ് എന്ന് ഉദ്ദേശിക്കുന്ന നടുക്കുള്ള 3 വടികിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറഞ്ഞ മെഡിസിൻ ആൻഡ് ഹീലിങ്ങിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്നേക്ക് എന്ന് പറയുന്നത്, സ്നേക്ക് ഉറകൊടിക്കുന്നത്, ഷെഡ് ദെയർ സ്കിൻ, ആ സ്കിന്ന് ഷെഡ് ചെയ്യുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, റീബർത്ത് അല്ലെങ്കിൽ ഒരു റീജനറേഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് സ്റ്റാർ ഓഫ് ലൈഫ് കേട്ടോ. സിംബൽ കണ്ടാൽ അറിയണം എന്തിന്റെ സിംബൽ ആണെന്നുള്ളത് കേട്ടോ. സ്റ്റാർ ഓഫ് ലൈഫ്. അടുത്തതാണ് എന്ത്, റെഡ് ക്രോസ് കേട്ടോ. റെഡ് ക്രോസ് ഇതൊക്കെ നമ്മുടെ ആംബുലൻസിൽ ഇഷ്ടംപോലെ കാണും. ഈ റെഡ് ക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ഒരു ഓർഗനൈസേഷൻ ആണ്. അതായത് നമ്മുടെ ലോകത്ത് കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ആണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു സിംബലാണ് ഈ ഒരു എന്താ പറയാ ചുവന്ന കുരിശ്. ഓക്കെ, റെഡ് ക്രോസ്. ഈ സിംബൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ പറയുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ സുരക്ഷ, അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകളുടെ ട്രാൻസ്പോർട്ട് ചെയ്യാം, പിന്നെ മാനുഷിക സഹായങ്ങൾ കൊടുക്കുക, അതിനെയൊക്കെ എന്താ പറയാ റെപ്രസെന്റ് ചെയ്യുന്ന, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിംബലാണ് കേട്ടോ റെഡ് ക്രോസ് സിംബൽ. നമ്മുടെ വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെയാണല്ലോ, പരിക്കേറ്റവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രധാനമായിട്ടും അന്ന് കാലങ്ങളിൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഒരുപാട് ആൾക്കാർക്ക് പരിക്ക് പറ്റി മുറിവ് ഒക്കെ വരും അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരുടെ സംരക്ഷണം, അതുപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണർമാരുടെ പ്രൊട്ടക്ഷൻ, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡോക്ടർമാര്, നഴ്സുമാര്, അവരുടെ പ്രൊട്ടക്ഷൻ, പരിക്കേറ്റവരെ കൊണ്ടുപോകുക, അതുപോലെ മാനുഷിക സഹായങ്ങൾ നൽകുക. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിംബലാണ് കേട്ടോ, നമ്മുടെ ആംബുലൻസിൽ കാണാൻ പറ്റും. അടുത്തതാണ് റെഡ് ക്രസന്റ്. ഈ പറയുന്ന ഒരു അമ്പിളിമാമന്റെ ഷേപ്പിലുള്ള ഒരു ഇത് കേട്ടോ, റെഡ് ക്രസന്റ്. ഈ റെഡ് ക്രസന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇത് പ്രധാനമായിട്ടും ഇസ്ലാമിക് കൺട്രീസിൽ കേട്ടോ, മുസ്ലിം രാജ്യങ്ങളിലെ അവിടെ ഉപയോഗിക്കുന്ന ഈ പറയുന്ന എമർജൻസി സിറ്റുവേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സിംബലാണ് റെഡ് ക്രസന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെയാണ് മാൾട്ടീസ് ക്രോസ്. ആ പേരിൽ തന്നെ മാൾട്ടയില്ലല്ലോ, മാൾട്ടീസ് കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു സിംബലാണ് മാൾട്ടീസ് ക്രോസ്. അവിടുത്തെ വാഹനങ്ങളിൽ ഈ ഒരു സിംബൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊരു അമ്പിന്റെ ഷേപ്പാണ് കേട്ടോ, ഒരു അമ്പിന്റെ ഷേപ്പിലുള്ള ഒരു കോൺകേവ് എന്താ പറയാ അതിനെ, കോൺകേവ് ചതുർഭുജം എന്നാണ് പറഞ്ഞത്. ചതുർഭുജം 4 ഇതാണല്ലോ വരുന്നത്.
കോൺകേവ് ഷേപ്പ് എന്ന് പറയാൻ ഉള്ളിലേക്ക് കണ്ട ഒരു വളവുണ്ട് അല്ലെ, ഒരു ഉള്ളിലേക്കുള്ളൊരു കർവ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ ഒരു അമ്പിന്റെ ആകൃതിയിലുള്ള കോൺകേവ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചതുർഭുജം, അതാണ് മൾട്ടി സ്ക്രൂസ് കേട്ടോ. മാൾട്ട പോലെയുള്ള കൺട്രീസിലൊക്കെ എമർജൻസി എന്താ പറയാ സമയത്ത് കൊടുക്കുന്ന സിംബൽ ആണ്. ഈ എമർജൻസി സർവീസിന്റെ ഭാഗമായിട്ട് ആംബുലൻസിലൊക്കെ കാണുന്ന സിംബൽസ് ആണ് കേട്ടോ. റെഡ് ക്രസന്റ് വന്നിട്ട് കൂടുതലും ഇസ്ലാമിക് കൺട്രികളിലാണ് കാണാനായിട്ട് സാധിക്കുക. ഈ സ്റ്റാർ ഓഫ് ലൈഫും റെഡ് ക്രോസും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആംബുലൻസിനകത്ത് കാണാൻ പറ്റുന്ന സിംബലുകളാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഈ സിംബല് തന്നിട്ട് ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് തന്നിട്ട് ചോദിക്കുന്നത് ഏത് സിംബലാണ്, റെഡ് ക്രസന്റ് ആണോ, മാൾട്ടി സ്ക്രോസ് ആണോ, അതോ റെഡ് ക്രോസ് ആണോ, സ്റ്റാർ ഓഫ് ലൈഫ് ആണോ എന്നുള്ളതൊക്കെയാണ് അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. അതിൽ നിന്ന് വിട്ടൊരു ക്വസ്റ്റ്യൻ അതിന് ചോദിക്കുന്നില്ല. ഓക്കെ, അടുത്ത നോക്കി, അടുത്തൊരു പാറ്റേൺ കണ്ടോ. ഇതെന്താണ്? ബാറ്റൻബർഗ് മാർക്കിങ്സ് എന്നാണ് പറയുക. ബാറ്റൻബർഗ് മാർക്കിങ്സ്. എന്താണ് ബാറ്റൻബർഗ് മാർക്കിങ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിങ്സ്. അതായത് പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആവുന്ന തരത്തിലുള്ള മാർക്കിങ്സ് ആണ് കേട്ടോ, അടയാളങ്ങളെയാണ് ബാറ്റൻബർഗ് മാർക്കിങ്സ്. ഇതിനകത്ത് തന്നേക്കുന്ന യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ രണ്ടും ഉണ്ട്, യെല്ലോ ഗ്രീനും ഉണ്ട്, റെഡ് വൈറ്റ് കോമ്പിനേഷനും ഉണ്ട്. എന്തായാലും നല്ല കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും കേട്ടോ, ഹൈലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് എൻഹാൻസ്ഡ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഏറ്റവും പെട്ടെന്ന് വിസിബിൾ ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാർക്കിങ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് പാസീവ് വിഷ്വൽ വാർണിങ്സ്. മെയിൻ ആയിട്ട് സിംബലുകള്, അടയാളങ്ങള്, അതൊക്കെയാണ് അവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് പാസീവ് വിഷ്വൽ വാർണിങ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്നൊരു പറയുന്നുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം കേട്ടോ. പാസീവ് വിഷ്വൽ വാർണിങ്സ് ആർ generally part of the design of the vehicle and the usage of high contrast patterns are involved. കണ്ടില്ലേ, നല്ല കോൺട്രാസ്റ്റിംഗ് കളേഴ്സുകളൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കോൺട്രാസ്റ്റിംഗ് കളർ വരുമ്പോൾ തന്നെ നമ്മൾ അതിൽ പെട്ടെന്ന് ശ്രദ്ധിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇതെന്ന് പറയുന്ന ആ ഒരു വാഹനത്തിന്റെ ഡിസൈനിന്റെ ഭാഗമാണ് അല്ലെ ഈ പറയുന്ന എന്താ ബാറ്റൻബർഗ് മാർക്കിങ്സ്, ഇങ്ങനത്തെയുള്ള വാർണിംഗ് സൈൻസ് ഒക്കെ. Older ambulances and those in developing countries are more likely to have their pattern painted on. അതായത് സാധാരണ ഇപ്പൊ നമ്മുടെ പഴയ കാല ആംബുലൻസ് ഒക്കെ ആണെങ്കിൽ, അതായത് വികസ്വര രാജ്യങ്ങളിലാണ് അവർ പറയുന്നത്. നമ്മുടെ ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യമാണ് അല്ലെ, നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ, വികസിതമായിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ആദ്യകാലങ്ങളിൽ, ഇപ്പോഴത്തെ അല്ല, ആദ്യകാലങ്ങളിലൊക്കെ ആംബുലൻസിന് സാധാരണ പെയിന്റ് ചെയ്യായിരുന്നു പതിവ്, പെയിന്റ് അടിക്കുകയായിരുന്നു പതിവ്. ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റിംഗ് കളർ വെച്ച് പെയിന്റ് ചെയ്യും. പക്ഷെ അതേസമയം നമ്മുടെ ഇന്നത്തെ കാലത്ത് ആംബുലൻസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിട്രോ ആക്റ്റീവ് ആയിട്ടുള്ള സ്ട്രിപ്സുകളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പെയിന്റ് അല്ല, പെയിന്റ് അടിക്കല്ല, പകരം റിട്രോ ആക്റ്റീവ് ആയിട്ടുള്ള, റിട്രോ ആക്റ്റീവ് അല്ല, റിട്രോ റിഫ്ലക്റ്റീവ്, തട്ടിക്ക് പോകുന്നതാണ് റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസുകളാണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് റിട്രോ റിഫ്ലക്റ്റീവ് ഡിസൈൻസ് യൂസ് ചെയ്യുന്നത്? അതായത് പ്രകാശത്തിന് അത് റിഫ്ലക്ട് ചെയ്യും, പ്രതിഫലിപ്പിക്കും. അപ്പൊ പെട്ടെന്ന് കാണാൻ പറ്റും, രാത്രി കാലങ്ങളിലൊക്കെ കാണാൻ പറ്റും. ഒരു കാറിൽ നിന്നുള്ള ലൈറ്റോ ഒരു ടോർച്ചിൽ നിന്നുള്ള ലൈറ്റോ ഒക്കെ അടിക്കുകയാണെങ്കിൽ ആ ഒരു പ്രകാശം അവിടെ തട്ടി തിരിച്ച് എന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്തു വരും. അപ്പൊ പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾക്കറിയാലോ നമ്മുടെ ഹൈവേകളിലൊക്കെ എല്ലാം റിട്രോ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. നമുക്ക് രാത്രി ആയാലും പെട്ടെന്ന് കാണാൻ പറ്റും അല്ലെ. മറ്റേ പെയിന്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല, അടുത്തെത്തുമ്പോഴേക്കും നമ്മൾ കാണുള്ളൂ. ഇങ്ങനത്തെ റിട്രോ റിഫ്ലക്റ്റീവ് ആകുമ്പോൾ അതിലേയും തന്നെ നമുക്ക് ആ ഒരു പ്രകാശം പ്രതിഫലിച്ച് കാണാനായിട്ട് സാധിക്കും. ജനറൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അവിടെ പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ പെയിന്റ് ആയിരുന്നു, ഇന്ന് പക്ഷെ റിട്രോ റിഫ്ലക്റ്റീവ് സ്ട്രിപ്സുകളാണ് യൂസ് ചെയ്യുന്നത്. അത് വന്നിട്ട് പ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കാണാനും സാധിക്കും. ഓക്കെ, പിന്നെ വേറൊരു പാസീവ് വാർണിംഗ് ആണ്, ഒരു പാസീവ് വിഷ്വൽ വാർണിംഗ് എന്ന് പറയുന്നത് എന്താണ്? നോക്കുക, അനദർ പാസീവ് മാർക്കിംഗ് ഫോം ഇസ് ദ വേർഡ് ആംബുലൻസ് ഓർ ലോക്കൽ ലാംഗ്വേജ് ആൾട്ടർനേറ്റീവ് ഇൻസ്ട്രക്ഷൻ റിവേഴ്സ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദ വെഹിക്കിൾ. നമുക്കറിയാം അല്ലെ, ഈ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ നമ്മൾ വിപരീതമായിട്ടാണ് എഴുതുക, ആംബുലൻസിന് വിപരീത ദിശയിലാണ് നമ്മൾ എഴുതുക. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്? അതായത് മറ്റുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് റിയർ വ്യൂ മിററിലൂടെ നോക്കുമ്പോൾ നേരെയായിട്ട് അത് കാണും അല്ലെ. അതിന് വേണ്ടിയിട്ടാണ്. അതും എന്താണ്, ഒരു പാസീവ് വിഷ്വൽ വാർണിംഗ് ആണ്, പെട്ടെന്ന് വായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. മറ്റോണാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വായിച്ച് അല്ലെ അറിയാൻ പറ്റില്ല. ഇങ്ങനെ തരതിരിച്ച് എഴുതുമ്പോൾ മറ്റുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് അവരുടെ റിയർ വ്യൂ മിറർ നോക്കുമ്പോൾ നേരെ കാണാൻ പറ്റും, അവർക്ക് അതിനനുസരിച്ച് വഴി മാറി പോകാൻ സാധിക്കും അല്ലെ. ഇതൊക്കെയാണ് അവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. Another passive marking form is the word ambulance in reverse on the front of the vehicle. This enables the drivers of other vehicles
to simply identify an approaching ambulance in their rear view mirror. Okay. പിന്നെന്താണ് ambulances may display the name of their owner or operator. അത് എല്ലാ ആംബുലൻസിലും ഇല്ല, പക്ഷെ ചില ആംബുലൻസുകളിലൊക്കെ കാണാറുണ്ട് കേട്ടോ. ആ ആംബുലൻസ് ഓപ്പറേറ്റർ അതിന്റെ ഓണറിന്റെ പേരും നമ്പറും ഒക്കെ ചിലപ്പോൾ ആംബുലൻസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ആൻഡ് ആൻ എമർജൻസി ടെലിഫോൺ നമ്പർ ഫോർ ദ ആംബുലൻസ് സർവീസ്. അത് മാത്രമല്ല ആംബുലൻസ് സേവനങ്ങൾക്കായിട്ട് എമർജൻസി നമ്പർ 108 ആണ് കേട്ടോ. 108 എമർജൻസി നമ്പർ. ആ ഒരു നമ്പറൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ആംബുലൻസ് കാണുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. സി ടൈപ്പ് ആണോ ഡി ടൈപ്പ്? ഡി ടൈപ്പ് ആംബുലൻസിന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും, ഡി എന്ന് പറഞ്ഞ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ കുറെ സിമ്പിൾസും മാർക്കിങ്ങും ഒക്കെ അതിനകത്ത് കാണാം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ടെലിഫോൺ നമ്പർ ഫോർ ദ ആംബുലൻസ് സർവീസിന്റെ ടെലിഫോൺ നമ്പർ എത്ര? 108 ആണ് കേട്ടോ. അതൊക്കെ അതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്, an ambulance may also have a symbol displayed. നേരത്തെ നമ്മൾ കണ്ട സിംബലുകളില്ലേ, അതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കും, ആംബുലൻസിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത്രയും മതി ഇന്നത്തെ ക്ലാസ് നമ്മുടെ തീരുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് എക്യുപ്മെന്റ്സുകളാണ് കേട്ടോ. അതൊക്കെയാണ് ടു വേ റേഡിയോസ്. ടു വേ റേഡിയോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു വോയിസ് ടു വോയിസ് കമ്മ്യൂണിക്കേഷൻ, ടു വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ആംബുലൻസ് ക്രൂവും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ജീവനക്കാരും തമ്മിലുള്ളൊരു മൗത്ത് ടു മൗത്ത് കമ്മ്യൂണിക്കേഷൻ അഥവാ ഒരു വോയിസ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന സുഗമമാക്കുന്ന ഒരു സംവിധാനമാണ് ടു വേ റേഡിയോ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് മൊബൈൽ ഡാറ്റ കറക്റ്റ്. അത് ഏതുപോലെ തന്നെയാണ്, ടു വേ റേഡിയോ പോലെ തന്നെയാണ്. ഇതിനെന്താ വ്യത്യാസം? അവിടെ വോയിസ് കമ്മ്യൂണിക്കേഷൻ ആണ്, ഇവിടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ് കേട്ടോ. ഇതിനകത്ത് മൊബൈൽ ഡാറ്റ കറക്റ്റ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാണ്. ബാക്കി എല്ലാ ഫങ്ഷൻസ് ഏതുപോലെ തന്നെയാണ്, ടു വേ റേഡിയോ പോലെ തന്നെ. അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സുഗമമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. പിന്നെ CCTV, അത് നമുക്കറിയാലോ, ഈ പറയുന്ന വണ്ടിക്കകത്തും പുറത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വീഡിയോ ക്യാമറാസ് ആണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് അതിൽ ഓഡിബിൾ ഈ പറയുന്ന സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അതൊരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പൊ എന്തെങ്കിലും കുറ്റാരോപണം ഒക്കെ വരികയാണെങ്കിൽ അവർക്കൊരു പ്രൂഫിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത എക്യുപ്മെന്റ് നമ്മൾ പഠിച്ചത്. അത് അമിതവണ്ണമുള്ള രോഗികള്, അതുപോലെ തന്നെ ബെഡോട് കൂടിയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അതിന്റെ പേഷ്യൻസ് ഉണ്ടായിട്ട് നിയോനാറ്റൽ ഇൻക്യുബേറ്റേഴ്സ്, അങ്ങനെയുള്ള പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ് എന്ന് പറയുന്നത്. ആ ഒരു റാമ്പിനോട് അനുബന്ധിച്ച് വിഞ്ചസ് ഉണ്ടായിരിക്കും, പടികൾ ഉണ്ടായിരിക്കും. ഈ പടികൾ എന്തിനാ സഹായിക്കുന്നത്? ഈ പറയുന്ന ഓപ്പറേറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് പുള്ള് ചെയ്യാനായിട്ട്, വാഹനത്തിനുള്ളിലേക്ക് പുള്ള് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്യുപ്മെന്റിന്റെ കൂടെ വിഞ്ചസ് പടികളും കൂടെ കണക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ കണ്ടു ട്രോമ ലൈറ്റിംഗ് ആണ്. അതെന്താണ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്? ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെ, അവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലൈറ്റിംഗ് സിസ്റ്റം ആണ് ട്രോമ ലൈറ്റിംഗ്. സാധാരണയായിട്ട് റെഡ് ഓർ ബ്ലൂ കളറാണ് അവിടെ യൂസ് ചെയ്യുക. ആ കണ്ണിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ്, സ്ട്രെയിൻ കുറയ്ക്കാനും അതുപോലെ AC വിസിബിലിറ്റിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ട്രോമ ലൈറ്റിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ AC യൂസ് ചെയ്യുന്നത് നമുക്കറിയാലോ, ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും എയർബോൺ പാത്തോജൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് AC ഉപയോഗിക്കുന്നത്. ഡാറ്റ റെക്കോർഡ്സ് ആണെങ്കിൽ ആ ഒരു ആംബുലൻസിന്റെ എന്താ പറയാ സ്പീഡ്, ബ്രേക്കിംഗ് പവർ, അതിന്റെ ആ ഒരു ടൈം, പിന്നെ എന്താ പറയാ ലൈറ്റ്, സൈറൺ, പിന്നെ സീറ്റ് ബെൽറ്റ് യൂസേജിന്റെ ഒക്കെ വിശദാംശങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ റെക്കോർഡ്സ് യൂസ് ചെയ്യുന്നത്. പൊതുവെ അതൊരു GPS സിസ്റ്റവുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു എക്യുപ്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മൾ പാസീവ് വിഷ്വൽ വാർണിംഗ്സ് കണ്ടു. സ്റ്റാർ ഓഫ് ലൈഫ്, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ്. റെഡ് ക്രസന്റ് എവിടെ ഉപയോഗിക്കുന്നത്? ഇസ്ലാമിക് കൺട്രീസിലാണ്. മാൾട്ടീസ് ക്രോസ് എവിടെ ഉപയോഗിക്കുന്നത്? മാൾട്ട പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അവിടുത്തെ ആംബുലൻസിൽ കാണുന്ന സിമ്പിൾ ആണ് കേട്ടോ. ബാറ്റൻബർഗ് മാർക്കിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാറ്റേൺ ഓഫ് ഹൈ വിസിബിലിറ്റി മാർക്കിങ്സ് ആണ് കേട്ടോ. അവിടെ കോൺട്രാസ്റ്റ് കളേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുക. യെല്ലോ, ഗ്രീൻ ആവാം, റെഡ് ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിന്റെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് കട്ടായി പോയില്ല കാരണം കുറച്ച് സമയം നമ്മള് നഷ്ടപ്പെട്ടു അല്ലേ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം. ശരി. താങ്ക് യു മാം.